നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ചെയ്യാൻ പോകുന്നതിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? സാധാരണഗതിയിലാണെങ്കിൽ സാധാരണ ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യുക? ആ പ്രതിസന്ധിനെ പഴിച്ചുകൊണ്ടിരിക്കും. ചിലവരുണ്ട് ആ പ്രതിസന്ധിയോട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഉദ്ദേശിച്ച കാര്യം അവർ നടപ്പിലാക്കും. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾ പല വിധത്തിൽ വരും. നമ്മുടെ ജീവിതം തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇഷ്ടംമാരെ പ്രതിസന്ധി, നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ പ്രതിസന്ധികളുണ്ട്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധികളാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനൊരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിന് ഓൾറെഡി ഒരു മുൻകരുതൽ എടുക്കും. പക്ഷേ ചില പ്രതിസന്ധികൾ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്, തടസ്സങ്ങൾ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് നമ്മുടെ മനസ്സ് ബ്ലാങ്കായി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെ തോന്നും. അപ്പോൾ നമ്മളത് വിട്ട് കളയും. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് അങ്ങനെ ചെയ്യാണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അത് ഒന്ന് കുറച്ച് നേരം മാറി നിന്ന് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നമ്മളതിനെ തരണം ചെയ്ത് വരണം. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരുടെങ്കിലും നമ്മളുടെ കൂട്ടുകാരോടോ ആരുടെങ്കിലും നമ്മളത് ചോദിച്ച് അവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ തെളിഞ്ഞു വരും. അതങ്ങനെ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളം എത്ര വലിയ ഒഴുക്കാണെങ്കിലും ചില സമയത്ത് ഒരു പാറക്കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞാൽ അതവിടെ തടഞ്ഞ് നിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ കുറച്ച് നേരം നനം കണ്ടെന്നാലും വേറെ വഴിയിൽ കൂടി അവരത് ഒഴുകി പോകും. അതുപോലെ നമ്മൾ ഉറുമ്പിൻ്റെ കേസിലൊക്കെ കണ്ടിട്ടില്ലേ, ഉറുമ്പ് നിരനിരയായിട്ട് പോകുമ്പോൾ നമ്മളൊരു വിരൽ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവരിങ്ങനെ പരക്കം പായും. അത് കഴിഞ്ഞ് അവർ വേറെ വഴി തേടി പോകും. അപ്പം അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനകത്ത് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി. നമ്മളത് കണ്ടെത്തിയിട്ട് നമ്മൾ ആ പ്രതിസന്ധി തരണം ചെയ്യണം. തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും. പറഞ്ഞ പോലെ ആത്മവിശ്വാസവും പേടിയും ധൈര്യവും ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രതിസന്ധി ഫേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യം വരും, ആത്മവിശ്വാസം വരും. നമ്മളത് വീണ്ടും വീണ്ടും നമ്മളത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ പ്രതിസന്ധികൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭയം ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെന്തും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതാണ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നമുക്ക് നോക്കാം എവിടെ വന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ചില ആൾക്കാരില്ലേ, അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് അതിനോടുള്ള ആ ഒരു പേടി പോയി. നമ്മളുടെ പേടി കാരണമാണ് നമ്മൾ അതിനെ സമീപിക്കാത്തത്. നമുക്ക് ആ പേടി നമുക്ക് കളയാം, നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാം. ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം പുറകെ നമുക്ക് കിട്ടിക്കൊള്ളും. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതായത് തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്നിനെ പേടിയോടുകൂടി കാണാതെ അതിനെങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അതിനുള്ള വഴികൾ ആലോചിച്ച് അതിനെ ഫേസ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് ചെയ്യുക തന്നെ ചെയ്യുക. ഓക്കെ.